Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. 7ാം വോള്യത്തിലുള്ളതാണ്. അതിൽ പ്രഭുപാദ് ജർമ്മനിയിലുണ്ടായിരുന്ന സമയത്ത് ഉള്ളൊരു കാര്യമാണ്. പ്രഭുപാദിനെ അന്ന് പേഴ്സണലി സെർവ് ചെയ്തത് ശിവാനന്ദ പ്രഭു എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടിയാണ്. അദ്ദേഹം അവിടെ അന്ന് ഒരുപാട് ഡിവോട്ടീസ് ഉണ്ടായിരുന്നില്ല. അപ്പം ശിവാനന്ദ പ്രഭു ഉണ്ടായിരുന്നു, കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞ ഡിവോട്ടി ഉണ്ടായിരുന്നു. 3 പേര് ഡിവോട്ടീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ക്ലാസ്സൊക്കെ കേൾക്കാൻ വരുന്നവരായിരുന്നു. അപ്പോൾ പ്രഭുപാദിന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക, പ്രഭുപാദിന് ഫുഡ് ഉണ്ടാക്കുക, ബാക്കിയുള്ള കാര്യങ്ങളും യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക, എല്ലാം ഈ ശിവാനന്ദ പ്രഭു ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് രാവിലെ പ്രഭുപാദിനോടൊപ്പം മോർണിംഗ് വാക്കിനും അദ്ദേഹം വരുമായിരുന്നു. അപ്പോൾ പ്രഭുപാദ് ഒരു ദിവസം ഈ മോർണിംഗ് വാക്കിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശിവാനന്ദ പ്രഭുവിനെ ശ്രദ്ധിച്ചു. അപ്പം വളരെ ടയേർഡായിട്ടിരിക്കുന്ന പോലെ പ്രഭുപാദിന് തോന്നി. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു നമുക്കൊരു ബെഞ്ചിലിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രഭുപാദും അദ്ദേഹം അവിടെ ഇരുന്നു. പ്രഭുപാദ് ഇരിക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്രഭുപാദ് ഇരിക്കുന്നത്. ഇങ്ങനെ വടി കുത്തിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി ബാക്കിലോട്ടങ്ങ് ചാരി ഇരിക്കത്തില്ല പ്രഭുപാദ്. അപ്പം ആ ബാക്കിൽ നിന്ന് കുറച്ച് ഇങ്ങനെ മാറിയായിരിക്കുന്നു. അപ്പം പ്രഭുപാദ് അങ്ങനെ ഇരുന്നു. പിന്നെ ശിവാനന്ദ പ്രഭു ആ ടയേർഡ് ആയതുകൊണ്ട് സോഫയിൽ ഇരിക്കുന്നത് പോലെ അങ്ങ് ഇരുന്നു, അവിടോട്ടിരുന്നു. അപ്പോഴത്തേന് പ്രഭുപാദ് നോക്കിയിട്ട് പ്രഭുപാദ് കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു, അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം അതേപോലെ ഇരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പം ശിവാനന്ദ പ്രഭു എല്ലാവരോടും പറഞ്ഞു പ്രഭുപാദ് എങ്ങനെ ഇരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് വാക്കിന് കുറേ ഡിവോട്ടീസ് കൂടെ വന്നായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ പ്രഭുപാദ് അതേപോലെ നമുക്കൊരു ബെഞ്ചിലിരിക്കാമെന്ന് പറഞ്ഞിരുന്നു. 2 ബെഞ്ച് ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രഭുപാദ് ഒരു സൈഡിൽ ഇരുന്നപ്പോഴത്തേന് ബാക്കി ഡിവോട്ടീസ് എല്ലാം ഇരുന്നു. അപ്പോൾ പ്രഭുപാദ് ഇരിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു. അപ്പോൾ പ്രഭുപാദ് അത് കണ്ടിട്ട് എല്ലാവരും തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും ചിരിച്ചു പ്രഭുപാദ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടന്ന് മുന്നോട്ട് പോയപ്പോഴത്തേന് ഒരു ചർച്ച് ഇരിക്കുന്നുണ്ട്, പള്ളിയുടെ ചുറ്റുമായിട്ട് ഒരുപാട് നല്ല നല്ല ബിൽഡിങ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രഭുപാദ് ശിവാനന്ദ പ്രഭുവിനോട് ചോദിച്ചു നമുക്ക് ഈ ചർച്ച് മേടിക്കാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ശിവാനന്ദ പ്രഭു പറഞ്ഞു അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ധനവും ഇല്ല. പക്ഷെ ശിവാനന്ദ പ്രഭു പറഞ്ഞു മേടിക്കാം പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് അതിനെ ബേസ് ചെയ്ത് ഒരു വേർഡ്സ് പറഞ്ഞു. അതായത് ഇന്ത്യയിൽ ഇങ്ങനെയാണ്, ഒരു അമ്പലത്തിന് ചുറ്റും ഒരുപാട് നല്ല നല്ല ബിൽഡിങ്സും ഉണ്ടാവും, അവിടെയൊക്കെ ഡിവോട്ടീസ് താമസിക്കും, അവരുടെ ലൈഫ് അമ്പലത്തിനെ സെന്റർ ചെയ്താണ് ഇരിക്കുന്നത്, അത് വളരെ നൈസ് സിറ്റുവേഷൻ ആണെന്ന് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു. കാരണം ഭഗവാനെ സെന്റർ ചെയ്ത് നിൽക്കുന്നത് പോലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഭഗവാനെ സെന്റർ ചെയ്ത് ജീവിക്കുന്നത് ഏറ്റവും നല്ലൊരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം അതിൽ സരസ്വതി മഹാരാജും നമ്മൾ തുളസിയാരതിക്കും ഉള്ള ആ പ്രേയേഴ്സിലും നമ്മൾ പറയുന്നത് തുളസി മഹാറാണിയോട് നമ്മളെ വൃന്ദാവനത്തിലേക്ക് ആക്കാനും നമുക്ക് ഒരു വൃന്ദാവനത്തിലൊരു നമുക്ക് സർവീസ് തരാനും രാധാകൃഷ്ണന്മാരെ വർഷിപ്പ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി തരാനും നമ്മൾ വൃന്ദാദേവിയോട് പറയാണ്. അപ്പോൾ അതേപോലെയാണ് പ്രഭുപാദ് പറഞ്ഞതിന്റെ മൂഡെന്നാണ് സരസ്വതി മഹാരാജ് പറയുന്നത്. എല്ലാവരും ഭഗവാനെ സെന്റർ ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്നതാണ്, അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പ്രഭുപാദ് ആ ഒരു ചർച്ചിന്റെ എക്സാമ്പിളിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് സരസ്വതി മഹാരാജ് പറയുന്നു.